ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണല്ലോ അല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. എക്സാം തൊട്ടടുത്ത് നിൽക്കുകയാണ് അല്ലേ? എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കും എന്ന് കരുതുകയാണ്. അപ്പോൾ അത്രത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, ഒന്നും അറിയില്ല അല്ലേ? അവർ ഇതുവരെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല, ജയിക്കുമോ എന്ന് പോലും അറിയില്ല, തോക്കുമോ എന്നുള്ള പേടിയിലിരിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും, അതായത് നന്നായിട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്കൊന്ന് റിവിഷൻ നടത്താനും അതോടൊപ്പം തന്നെ പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവരെ ഒന്ന് ജയിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ നല്ലൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. ഓക്കെ, അതായത് റിവിഷൻ പാർട്ട് 1 ആണ്, ഫൈനൽ റിവിഷൻ പാർട്ട് 1 ആണ്. ചാപ്റ്റർ 1 to 6 ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി ചാപ്റ്റർ 7 to 11 അടുത്ത പാർട്ടിൽ നൽകണമെന്ന് കരുതുകയാണ്. അത് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ്. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാനത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടുക കേട്ടോ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉടൻ തന്നെ അടുത്തത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അതോടൊപ്പം നാളെ നിങ്ങൾക്ക് അറ്റ് എ ഗ്ലാൻസ് എന്നൊരു വീഡിയോ കൂടെ ഇടുന്നുണ്ട്. അതായത് ഈ എല്ലാ ചാപ്റ്റേഴ്സും ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള വിദ്യയാണ് അതിനകത്തുള്ളത്. അതും കൂടെ പഠിച്ചു പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്സ് എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒത്തിരി പേര് വെയിറ്റേജ് ഓരോ ചാപ്റ്ററിൻ്റെയും എത്ര ക്വസ്റ്റ്യൻസാണ് ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ ഒക്കെ ചോദിച്ചിട്ടുള്ളത്, ഇതൊക്കെ ബേസ് ചെയ്ത് വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഞാൻ നൽകുന്നുണ്ട്. ഓരോ ചാപ്റ്ററും ആ സമയത്ത് ഞാനത് പറഞ്ഞു പോകുന്നുണ്ട് എത്ര മാർക്കിനാണ് ചോദിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 1 റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. വെയിറ്റേജ് 8 മാർക്കിന് ഫോക്കസ് ഏരിയയെന്നും 4 മാർക്കിന് നോൺ ഫോക്കസ് ഏരിയയെന്നും അങ്ങനെ 12 മാർക്സിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ മോഡൽ എക്സാമിന് വന്നത്. ഫോക്കസ് ഏരിയയിൽ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും അങ്ങനെ 8 മാർക്കിനും, നോൺ ഫോക്കസ് ഏരിയയിൽ 1 മാർക്കിന് ഒരു ക്വസ്റ്റിനും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും അങ്ങനെ 4 മാർക്കിനുമാണ് വന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ലിസ്റ്റ് ടൈപ്പ് മോഡിഫൈസ് ഇൻ C++. ഏതാണ്? സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, ലോങ് പഠിച്ചല്ലോ. രണ്ടാമത്തത് ദ ഇൻസേർഷൻ ഓപ്പറേറ്റർ ഇൻ C++ ഈസ്. ഇപ്പോൾ 2 ലെസ് ദാൻ സിമ്പിൾ ഇടുക. വിച്ച് ഈസ് ദ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇൻ C++. അപ്പോൾ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്നും ചോദിച്ചാൽ 2 ലെസ് ദാൻ സിമ്പിൾ ഇതുപോലെ ഇടുക. ഇനി തിരിച്ച് ചോദിക്കാം, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടണം. അല്ലെങ്കിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് വെച്ചാലും 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ, അതും ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ ടോക്കൺ ഇൻ C++? ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാംസ് ആർ കോൾഡ് ടോക്കൺസ്. പഠിച്ചല്ലോ, വളരെ ഈസി അല്ലേ? ഓക്കെ, ലിസ്റ്റ് ദ ടോക്കൺസ് ഇൻ C++. കീവേഡ്, ഐഡൻറ്റിഫൈസ്, ലിറ്ററേഴ്സ്, പഞ്ചേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. വിച്ച് ഈസ് ദ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇൻ C++? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് കോളൻ ഇടുക. വിച്ച് ഈസ് ദ ടെർണറി ഓപ്പറേറ്റർ? അത് തന്നെയാണ് ടെർണറി ഓപ്പറേറ്ററും അത് തന്നെയാണ് കേട്ടോ. വിച്ച് ആർ ദ കോമ്പണൻസ് ഓഫ് എ ലൂപ്പ്? ഇപ്പോൾ ഒരു ലൂപ്പിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? എലമെൻറ്റ്സ് ഓഫ് ലൂപ്പ്, പാർട്സ് ഓഫ് ദ ലൂപ്പ് എന്നൊക്കെ ചോദിച്ചാൽ എല്ലാ ആൻസറും ഒന്ന് തന്നെയാണ്. ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ബോഡി. അടുത്തത് വിച്ച് ആർ ദ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++? ഇഫ്, സ്വിച്ച്. വിച്ച് ആർ ദ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++? ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ. ഇതൊക്കെ വരുന്നതാണ് കേട്ടോ. വിച്ച് ആർ ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++? ഫോർ, വൈൽ, ഡു വൈൽ. വിച്ച് ആർ ദ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ഇൻ C++? ഫോർ, വൈൽ. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ഏതാണ്? ഒന്നേ ഉള്ളൂ, ഡു വൈൽ. പഠിച്ചല്ലോ, എത്ര സിമ്പിളാണ് ഉണ്ടോ. അടുത്തത് വിച്ച് ആർ ദ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++? ഇൻറ്റ്, ചാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. വാട്ട് ഈസ് നെസ്റ്റഡ് ലൂപ്പ്? എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലൂപ്പ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടോക്കൺ ഇൻ C++. ഇത് 6 മാർക്കിന് സാധാരണ വരുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഞാൻ ടോക്കനെ കുറിച്ച് തന്നിട്ടുണ്ടല്ലോ, അതുപോലെ പഠിക്കുക. അപ്പോൾ കീവേഡ്, ഐഡൻറ്റിഫൈസ്, ലിറ്ററേഴ്സ്, പഞ്ചേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ഏകദേശം ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. നന്നായിട്ട് പഠിക്കുക. ചാപ്റ്റർ 2 അറേസിൽ ഫോക്കസ് ഏരിയയിൽ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിൻ്റെത് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത നോൺ ഫോക്കസ് ഏരിയയിൽ 3 മാർക്കിൻ്റെ ഒന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ 6 മാർക്സിനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡിഫൈൻ ആൻ അറേ. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻറ്റിജർ അറേ ഡിക്ലറേഷൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ആൻ അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. എക്സാമ്പിൾ ഇൻറ്റി A10. കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. അപ്പോൾ ഇങ്ങനെ ഒരു കോഡ് തന്നിരിക്കുക. ഇഫ് ദ ഇൻപുട്ട് സ്ട്രിങ് ഈസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ജസ്റ്റിഫൈ യുവർ ആൻസർ.
അപ്പോൾ ഇപ്പോൾ സി ഇൻ ടെസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ സി ഇൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വാക്കേ വരത്തുള്ളൂ. ഇങ്ങനെ വരാം കേട്ടോ. ഇവിടെ ഗെറ്റ്സ് ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് ആ സ്പേസ് ഉൾപ്പെടെ എടുക്കും. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് കിട്ടും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പ്രത്യേകം പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, സി ഇൻ ടെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത്? കമ്പ്യൂട്ടർ എന്നുള്ളത് വരത്തുള്ളൂ. എന്തുകൊണ്ട്? സി ഇൻ കനോട്ട് റീഡ് വൈറ്റ് സ്പേസസ്. അപ്പോൾ വൈറ്റ് സ്പേസ് റീഡ് ചെയ്യാൻ സീന് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ റീസൺ ഉൾപ്പെടെ എഴുതണം. ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ റീസൺ എഴുതണം. കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. അപ്പോൾ ഇതുപോലെ ഒരു കോഡ് തന്നിരിക്കുന്നത്. അടുത്തത് റൈറ്റ് ദ ഔട്ട്പുട്ട് ഇൻ ബോത്ത് കേസസ്. കണ്ടോ? ഇഫ് ദ സ്ട്രിങ് എൻറ്റേർഡ് വാല്യൂ ഈസ് ന്യൂ ഡൽഹി ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവിടെ ന്യൂ ഡൽഹി നോക്കൂ, സീനും ഗെറ്റ്സും ആണ് വന്നത്. അപ്പോൾ അത് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സി ഇൻ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ന്യൂവിൻ്റെ ആദ്യത്തെ ഭാഗേ വരത്തുള്ളൂ അല്ലേ. ആൻസർ എന്താ? ന്യൂ. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതണം സി ഇൻ കനോട്ട് റീഡ് വൈറ്റ് സ്പേസസ്. അടുത്തത് ഗെറ്റ്സ് വന്നു. രണ്ടാമത്തേന് ന്യൂ ഡൽഹി. കണ്ടോ? അത് ഗെറ്റ്സ് ക്യാൻ റീഡ് വൈറ്റ് സ്പേസസ്. ഓക്കെ. ഡാഷ് ഈസ് സ്റ്റോർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഇതെന്താണ്? നൾ ടെർമിനേറ്റർ അല്ലേ. /0. ചിലപ്പോൾ ചോദിക്കാൻ നൾ ടെർമിനേറ്റർ. / ഇട്ടിട്ടാണ് 0 ആണ്. അടുത്തത് ഡിഫൈൻ അറേ ട്രാവേഴ്സൽ വിത്ത് ആൻ എക്സാമ്പിൾ. അസസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ. എക്സാമ്പിൾ ഡിസ്പ്ലേയിങ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ. Explain gets and puts functions in C++. Gets is used to input a string containing white spaces. Puts is used to output a string containing white spaces. അടുത്തത് the subscripts of an array B20 will range from B20 ആണ്. അപ്പോൾ ഏത് മുതൽ ഏത് വരെയാണ് വരുന്നത്? 0 to 19 അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ അറിയണം. അറേയിൽ സബ്സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 എന്ന്, എൻഡ് ചെയ്യുന്നത് സൈസിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം കേട്ടോ. അതുവരെ കിട്ടും. പ്രിൻറ്റിങ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് ഓപ്പറേഷൻ? ട്രാവേഴ്സൽ ഓപ്പറേഷൻ. ഇനിഷ്യലൈസ് ആൻ ഇൻറ്റിജർ അറേ വിത്ത് 5 എലമെൻറ്റ്സ്. 5 എലമെൻറ്റ്സോടുകൂടെ ഒരു ഇൻറ്റിജർ അറേ ഇനിഷ്യലൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതെങ്കിലും 5 എലമെൻറ്റ്സ് ഇതുപോലെ കോമയിട്ട് ബ്രേസസിൽ എഴുതുക. റൈറ്റ്. അപ്പോൾ ഇൻറ്റി A5 = 10, 20, 30, 40, 50 കണ്ടോ? ഇങ്ങനെ ബ്രേസസിൽ എഴുതണേ. റൈറ്റ് അറേ ഡിക്ലറേഷൻസ് ഫോർ ദ ഫോളോയിങ്. ടു സ്റ്റോർ ഹൈറ്റ്സ് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. അപ്പോൾ അതിൻ്റെ അറേ ഡിക്ലറേഷൻ എന്താണ്? ഫ്ലോട്ടെന്നോ ഇൻ്റെന്നോ എഴുതാം കേട്ടോ. ഇൻറ്റ് ഹൈറ്റ് 10 എന്നോ ഫ്ലോട്ട് ഹൈറ്റ് 10 എന്നോ എഴുതാം. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ടു സ്റ്റോർ നെയിം ഓഫ് യുവർ സ്കൂളോ? ചാർ നെയിം 25. അപ്പോൾ ക്യാരക്ടറാണല്ലേ ചാർ. അടുത്തത് ടു സ്റ്റോർ ഏജ് ഓഫ് 50 സ്റ്റുഡൻസ് ഇൻറ്റി ഏജ് 50. അറിയാമല്ലോ. അടുത്തത് അപ്പോൾ ആ ചാപ്റ്ററും കഴിഞ്ഞു കേട്ടോ. ഇനി ചാപ്റ്റർ 3 ഫങ്ഷൻസ്. അപ്പോൾ അതിൽ ഫോക്കസ് ഏരിയയിൽ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും, അങ്ങനെ 6 മാർക്കും. നോൺ ഫോക്കസ് ഏരിയയിൽ 2 മാർക്കും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇവിടെ 4 1 5, 5 2 7 മാർക്കിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോൺ ഫോക്കസ് ഏരിയയിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻറ്റു സ്മാളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. പഠിച്ചല്ലോ. വേരിയബിൾസ് ഇൻ എ ഫംഗ്ഷൻ കോൾ ആർ കോൾഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് അപ്പിയർ ഇൻ എ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആർ ഫോർമൽ പാരാമീറ്റേഴ്സ്. ഓക്കെ. അടുത്തത് strcmpy ബുക്ക് കണ്ടോ? ഇത് ക്യാപിറ്റലാണ്, ഇത് സ്മാൾ b കണ്ടോ? വിൽ റിട്ടേൺ ദ വാല്യൂ 0. ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ, അതായത് ബുക്കും strcmpy ഉപയോഗിച്ച് അത് നോക്കുമ്പോഴത്തേക്കും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ 0 എന്നുള്ള ഇതാണ് കിട്ടുന്നത് ഔട്ട്പുട്ട്. വീഡിയോയിൽ ഞാൻ തന്നിരുന്നു, പഠിക്കുക. ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അപ്പോൾ ഏതെങ്കിലും ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എഴുതുക. strcat, strlen. അടുത്തത് ഡിഫൈൻ മോഡുലാർ പ്രോഗ്രാമിംഗ്. റൈറ്റ് എനി ഫോർ അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതുക. മലയാളത്തിലും തന്നിട്ടുണ്ട്. റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം, ലെസ് ചാൻസ് ഓഫ് എറർ അക്കറൻസ്, ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി, റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. വിച്ച് ആർ ദ 2 മെത്തേഡ്സ് ഓഫ് ഫങ്ഷൻ കോൾ? സ്റ്റേറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദ 2. ഇത് മിക്കവാറൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മിക്കവാറും ഉണ്ടായിരിക്കും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, മറക്കരുത്, പഠിക്കുക. ഓക്കെ. അപ്പോൾ കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ മലയാളം വീഡിയോസ് എല്ലാം ഇട്ടിരുന്നു, അത് കണ്ട് പഠിക്കുക. ഇതിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് മലയാളത്തിൽ വേണമെന്നുള്ളവർ ആ വീഡിയോ കണ്ട് പഠിക്കുക കേട്ടോ. കോൾ ബൈ വാല്യൂ മെത്തേഡ്. ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇവിടെയാണെങ്കിലോ റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ്. ഇവിടെയാണെങ്കിലോ കോൾ ബൈ റെഫറൻസിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വേരിയബിൾസ് ഉള്ളി. ഇവിടെ
ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഇവിടെയോ ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡു റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് വിൽ ബി ക്രിയേറ്റഡ് ഇൻ ഡിഫറൻറ്റ് മെമ്മറി ലൊക്കേഷൻസ്. ഇവിടെ ആക്ച്വൽ ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് വിൽ ബി ക്രിയേറ്റഡ് ഇൻ സെയിം മെമ്മറി ലൊക്കേഷൻസ്. എക്സ്പ്ലെയിൻ എനി 3 സ്ട്രിംഗ് ഫങ്ഷൻസ്. അപ്പോൾ ഏതെങ്കിലും സ്ട്രിംഗ് ഫങ്ഷൻസ് എഴുതുക, 3 എണ്ണം കേട്ടോ. അപ്പം STRLEN, STRCPO, STRCAT. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസ് കൂടെ എഴുതുക. LEN എന്താണ്? ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ്. അതിൻ്റെ സിൻടാക്സ് STRLEN സ്ട്രിംഗ്. STRCPO ടു കോപ്പി വൺ സ്ട്രിംഗ് ഇൻ ടു അനദർ. STRCPO സ്ട്രിംഗ് 1 സ്ട്രിംഗ് 2. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. അപ്പോൾ യൂസ് എഴുതുക, സിൻടാക്സ് എഴുതുക. അടുത്ത ടു അപ്പൻഡ് 1 സ്ട്രിംഗ് ടു അനദർ സ്ട്രിംഗ്. STRCAT. അപ്പോൾ STRCAT 2 സ്ട്രിംഗ് വേണമല്ലോ, സ്ട്രിംഗ് 1, സ്ട്രിംഗ് 2. ഓക്കെ. അടുത്തത് ഐഡൻറ്റിഫൈ ദ ബിൽറ്റ് ഇൻ C++ ഫംഗ്ഷൻ ഫോർ ദ ഫോളോയിങ് കേസസ്. ടു കൺവേർട്ട് -25 to 25. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. അപ്പോൾ അവിടെ വരേണ്ടത് ഇവിടെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ABS അല്ലേ, അബ്സല്യൂട്ട് വാല്യൂ കാണേണ്ടത്. കമ്പയർ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ. ഇത് സ്മാളും ഇത് ക്യാപിറ്റൽ. ഇഗ്നോറിങ് കേസസ്. അപ്പോൾ STRCMBI സ്ട്രിംഗ് ഫംഗ്ഷൻ. അടുത്തത് ടു ചെക്ക് ദ ഗിവൻ ക്യാരക്ടർ ഈസ് ഡിജിറ്റൽ ഓർ നോട്ട്. അപ്പോൾ ഈസ് ഡിജിറ്റ്. ടു കൺവേർട്ട് ദ ക്യാരക്ടർ ഫ്രം B to B ടു ലോവർ. ക്യാപിറ്റൽ B യെ സ്മാളിലോട്ടാക്കാൻ. ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 64 ഓർ എ നമ്പർ SQRT. മനസ്സിലായല്ലോ, ഇങ്ങനെയൊക്കെ വരാം. അടുത്തത് ദ ബിഗ് പ്രോഗ്രാംസ് ആർ ഡിവൈഡഡ് ഇൻ ടു സ്മാളർ പ്രോഗ്രാംസ്. ദി സ്മാളർ പ്രോഗ്രാംസ് ആർ കോൾഡ് എന്താണ്? ഫങ്ഷൻസ്. അടുത്തത് റൈറ്റ് ദ നെയിംസ് ഓഫ് C++ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്. അപ്പോൾ STRLEN. കമ്പൈൻ 2 സ്ട്രിങ്സ് അതാണ് STRCAT. വളരെ ഈസിയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ബിഗിൻസ് അറ്റ് ഡാഷ് ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷൻ. ലിസ്റ്റ് എനി 3 C++ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. പവർ POW, ABS, SQRT. ലിസ്റ്റ് 5 സ്ട്രിംഗ് ഫങ്ഷൻസ്. STRCAT, STRLEN, STRCPO, STRCMB, STRCMPI. ലിസ്റ്റ് 5 ക്യാരക്ടർ ഫങ്ഷൻസ്. ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൾനം, ടു അപ്പർ, ടു ലോവർ. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ, സ്ട്രിംഗ് ഫങ്ഷൻ, ക്യാരക്ടർ ഫങ്ഷൻ, ഇതെല്ലാമാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഓക്കെ. അടുത്തത് ചാപ്റ്റർ 4 വെബ് ടെക്നോളജി. ഫോക്കസ് ഏരിയയിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും വന്നു. അങ്ങനെ ഫോക്കസ് ഏരിയയിൽ നിന്ന് 7 മാർക്കിനും നോൺ ഫോക്കസ് ഏരിയയിൽ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതായത് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനുമാണ് വന്നത്. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കമ്പയർ സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. 3 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിക്കുക, തീർച്ചയായിട്ടും വന്നിരിക്കും കേട്ടോ. അത്രയ്ക്ക് ഈസിയാണത് പഠിക്കാനായിട്ട്. പഠിച്ച് തന്നെ പോകണം കേട്ടോ. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജസും ഡൈനാമിക് വെബ് പേജസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് വെബ് പേജസിൽ ദ കണ്ടന്റ് ആൻഡ് ലേ ഔട്ട് ഓഫ് വെബ് പേജസ് ഈസ് ഫിക്സഡ്. ഇവിടെയോ ദ കണ്ടന്റ് ആൻഡ് ലേ ഔട്ട് ഓഫ് വെബ് പേജ് മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം. ഇവിടെ സ്റ്റാറ്റിക് വെബ് പേജസിൽ ഇറ്റ് നെവർ യൂസ് ഡേറ്റാബേസസ്. ഇറ്റ് ഈസ് ഈസി ടു ഡെവലപ്പ്. ഇറ്റ് റൺസ് ഓൺ ദ ബ്രൗസർ. എക്സാമ്പിൾ സ്കൂൾ വെബ്സൈറ്റ്. ഡൈനാമിക് വെബ് പേജസിൽ ഇറ്റ് യൂസസ് ഡേറ്റാബേസസ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ്. ഇറ്റ് റൺസ് ഓൺ ദ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. എക്സാമ്പിൾ വെബ്സൈറ്റ് ഓഫ് +2 റിസൾട്ട്. ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ രജിസ്റ്റർ നമ്പേഴ്സ്. അടുത്തത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു തന്നെ പോകണം. അത്രയ്ക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മിക്കവാറും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കമ്പയർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ സ്ക്രിപ്റ്റ് ഈസ് കോപ്പീഡ് ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. സ്ക്രിപ്റ്റ് ആർ എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രൗസർ. Used for client level validation. Users can block client side scripting. It depends the type and version of the browser. Example, popular client side web scripting technologies are JavaScript, VBScript. Okay. Server side scripting languages നോക്കാമോ? Script remains in the web server. Scripts are executed by the server, used to connect to the databases in the server. Users cannot block server-side scripting. It does not depend the type and version of the browser. Popular server-side scripting technologies are Perl, PHP, ASP, JSP, etc. Okay. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ പോർട്ട് നമ്പർ ഫോർ ദ ഫോളോയിങ് വെബ് സർവീസസ്. അപ്പോൾ പോർട്ട് നമ്പർ എല്ലാ ക്വസ്റ്റ്യനിലും കാണും. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. വളരെ ഈസിയാണ് പഠിക്കാനായിട്ട്. ഇതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ നേരത്തെ പഠിപ്പിച്ചിരുന്നു, എങ്ങനെ പഠിക്കണമെന്ന് അത് നോക്കിയും പഠിക്കാം. നോക്കൂ. ഒന്നാമത്തെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ SMTP എന്ന് ചോദിക്കാം. അതിൻ്റെ പോർട്ട് നമ്പർ 25 ആണ്. അടുത്തത് HTTP 443 ആണ്. HTTPS HTTP സെക്യൂറിൻ്റെ.
ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇവിടെ 444 443 പഠിച്ചല്ലോ. ഫയൽ ട്രാൻസ്ഫർ ചെയ്യണ TP 20 and 21. ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ 80. ഡൊമെയിൻ നെയിം സിസ്റ്റം DNS സർവീസ് 53. ഓക്കെ. Dash is a server that acts as a bridge between merchant server and bank server, payment gateway. Name 3 web designing software. Bootstrap, Bluefish, Adobe Dreamweaver. പഠിക്കുക. Name any 2 server-side scripting languages. ASP, JSP, PHP, Perl. Name any 2 client-side scripting languages. JavaScript, VB Script. Write any 5 test formatting tags. B, I, U, S, big, small, sub, sup, block quote. List the basic tags in HTML. HTML head, title, body. List 3 MD tags. BR, HR, IMG. Name any 3 attributes of body tag. Background, BG color. കളറിൻ്റെയൊക്കെ സ്പെല്ലിംഗ് പഠിക്കണേ. COLOR ആണ് ടെസ്റ്റ്. നെയിം എനി 3 attributes of marquee. ഹൈറ്റ്, വിഡ്ത്ത്, ഡയറക്ഷൻ, ലൂപ്പ്, BG കളർ, H സ്പേസ്, B സ്പേസ് ഏതെങ്കിലും 3 എഴുതുക കേട്ടോ. നെയിം എനി 3 attributes of ഫോണ്ട് ടാഗ്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് ഒക്കെ ചോദിക്കാം. കളർ, ഫേസ്, സൈസ്. നെയിം എനി 3 attributes of IMG ടാഗ്. SRC, ഹൈറ്റ്, വിഡ്ത്ത്. നെയിം എനി 2 attributes of HTML ടാഗ്. ടിറും ലാങ്ങും. അടുത്തത് ചാപ്റ്റർ 5 വെബ് ഡിസൈനിങ് യൂസിങ് HTML. ഫോക്കസ് ഏരിയയിൽ 6 മാർക്കിനും നോൺ ഫോക്കസ് ഏരിയയിൽ അതായത് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. ഇവിടെ 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. അപ്പോൾ ടോട്ടൽ 11 മാർക്സിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. എക്സ്പ്ലെയിൻ ദ HTML ടാഗ് ടേബിൾ ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടേബിളിലെ ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങൾക്ക് പ്രാക്ടിക്കലിനൊക്കെ ചെയ്തില്ലേ ടേബിളിലെ ക്വസ്റ്റ്യൻ, അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരെ ഇപ്പോഴത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് പഠിക്കുക കേട്ടോ. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയാലും മതി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വരും. ഇവിടെ നമുക്ക് ടേബിളിൻ്റെ എക്സ്പ്ലെയിൻ ദ HTML ടാഗ് ടേബിൾ ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്. ടേബിളും അതിൻ്റെ ആട്രിബ്യൂട്ട്സും. നമുക്ക് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസ് എഴുതണം, ആട്രിബ്യൂട്ട് എഴുതാം. ടാഗ് ടേബിൾ യൂസ് ടു ക്രിയേറ്റ് എ ടേബിൾ. ആട്രിബ്യൂട്ട്സ് ബോർഡർ ടു സെറ്റ് ദ തിക്നെസ് ഓഫ് ദ ടേബിൾ ബോർഡർ. ബോർഡർ കളർ ടു സെറ്റ് ദ കളർ ഓഫ് ദ ടേബിൾ ബോർഡർ. അലൈൻ ടു സെറ്റ് ദ പൊസിഷൻ ഓഫ് ദ ടേബിൾ ഇൻസൈഡ് ദ ബ്രൗസർ വിൻഡോ. ബാക്ക്ഗ്രൗണ്ട് ടു സെറ്റ് ദ ടേബിൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. BG കളർ ടു സെറ്റ് ദ ടേബിൾ ബാക്ക്ഗ്രൗണ്ട് കളർ. വിഡ്ത്ത് ഹൈറ്റും ടു സെറ്റ് ദ ടേബിൾ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. സെൽ സ്പേസിംഗ് ടു സെറ്റ് ദ സ്പേസ് ബിറ്റ്വീൻ സെൽസ്. ഇതൊക്കെ ചോദിക്കുന്നതാണ്. സെൽ സ്പേസിംഗ്, സെൽ പാഡിംഗ് ഡിഫറൻസ് ഒക്കെ ചോദിക്കാം. സെൽ പാഡിംഗ് ടു സെറ്റ് ദ സ്പേസ് ബിറ്റ്വീൻ കണ്ടന്റ് ആൻഡ് സെൽ ബോർഡർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഫോം ടാഗ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. ഫോം ടാഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ടാഗ് നോക്കാം. ഫോം യൂസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഫോം. ഒരു ഫോം സൃഷ്ടിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ആട്രിബ്യൂട്ട്സ് ആക്ഷൻ ഇറ്റ് സ്പെസിഫൈസ് ദ URL ഓഫ് ദ ഫോം ഹാൻഡ്ലർ. മെത്തേഡ് ഇറ്റ് സ്പെസിഫൈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു അപ്ലോഡ് ഡാറ്റ. ടാർഗറ്റ് ഇറ്റ് സ്പെസിഫൈസ് ദ ടാർഗറ്റ് വിൻഡോ ഓർ ഫ്രെയിം ഫോർ ഡിസ്പ്ലേയിങ് ദ റിസൾട്ട്. എക്സ്പ്ലെയിൻ ഇൻപുട്ട് ടാഗ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്. ഇൻപുട്ട് ടാഗ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഫോം കൺട്രോൾസ്. ഇത് MD ടാഗാണ് ഓർക്കണേ. ഇൻപുട്ട് ടാഗ് ചിലപ്പോൾ ഇത് ചോദിക്കാം. MD ടാഗാണ്. അപ്പോൾ അതിലുള്ള ആട്രിബ്യൂട്ട്സ് ടൈപ്പ് ഇറ്റ് സ്പെസിഫൈസ് ദ കൺട്രോൾ ടൈപ്പ്. നെയിം ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് എ നെയിം ടു ദ ഇൻപുട്ട് കൺട്രോൾ. നിങ്ങൾ ഈ വാല്യൂസ് ഒന്നും എഴുതണമെന്നില്ല. അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് മനസ്സിലാക്കാൻ തന്നിരിക്കുന്നതാണ് കേട്ടോ ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. അടുത്തത് വാല്യൂ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് ആൻ ഇനിഷ്യൽ വാല്യൂ ഇൻസൈഡ് ദ കൺട്രോൾ. ഇറ്റ് സെറ്റ്സ് ദ വിഡ്ത്ത് ഓഫ് ദ ഇൻപുട്ട് ടെസ്റ്റ് ഇൻ ടേംസ് ഓഫ് ക്യാരക്ടേഴ്സ്. അടുത്തത് മാക്സ് ലെന്ത് ഇറ്റ് സ്പെസിഫൈസ് മാക്സിമം ലെന്ത് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ഫീൽഡ്. എക്സ്പ്ലെയിൻ ലിസ്റ്റ് ഇൻ HTML. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓർഡർഡ് ലിസ്റ്റ്, അൺഓർഡർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ ഓർഡർഡ് ലിസ്റ്റിൽ കണ്ടെയ്നർ ടാഗാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ OL and OL tags. അപ്പോൾ ഈ സ്ലാഷ് ഇട്ട് എഴുതണേ. ഈച്ച് ഐറ്റം വിതിൻ ദ ലിസ്റ്റ് ബിഗിൻസ് വിത്ത് LI ടാഗ്. ലിസ്റ്റ് ലേബിൾഡ് വിത്ത് നമ്പേഴ്സ്, ലെറ്റേഴ്സ് ഓർ റോമൻ ന്യൂമറൽസ്. ദ ടൈപ്പ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈസ് ദ സ്റ്റൈൽ ഓഫ് ദ നമ്പർ. ഡിഫോൾട്ട് വാല്യൂ ഓഫ് ടൈപ്പ് ഈസ് 1 2 3 എക്സെട്ര. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് മാക്സിമം പഠിക്കുക. അതുപോലെ ഇവിടെയും കണ്ടെയ്നർ ടാഗ് തന്നെയാണ്. ഇത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കണ്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ, ഇവിടെ സ്പെസിഫിക് എങ്കിൽ ഇവിടെ എനി ഓർഡർ. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ, ഇവിടെ OL എങ്കിൽ ഇത് UL കണ്ടോ. അൺഓർഡർഡ് ലിസ്റ്റ്.
ഈച്ച് ഐറ്റം വിതിൻ ദ ലിസ്റ്റ് ബിഗിൻസ് വിത്ത് ഇവിടെ പോലെ തന്നെ LI ടാഗ്. ലിസ്റ്റ് ലേബിൾഡ് വിത്ത് ഇവിടെ നമ്പേഴ്സ് ലെറ്റേഴ്സൊക്കെ വന്നെങ്കിൽ ഇവിടെ ബുള്ളറ്റ്സ് ഓർ സം അതർ സിമ്പിൾസ്. ഇവിടെ ടൈപ്പ് ആട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ എഴുതണം ടൈപ്പ് ആട്രിബ്യൂട്ട്. ഡിഫോൾട്ട് വാല്യൂ ഓഫ് ടൈപ്പ് ഈസ് ഡിസ്ക്. ഓക്കെ. ഇനി ഡെഫിനിഷൻ ലിസ്റ്റ് കണ്ടെയ്നർ ടാഗ് തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ലിസ്റ്റ് ഓഫ് ടേംസ് വിത്ത് കണ്ടീഷൻസ്. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ DL. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ DL അല്ലേ. ഈച്ച് ടേം വിതിൻ ദ ലിസ്റ്റ് ബിഗിൻസ് വിത്ത് DT ടാഗ് ആൻഡ് ഈച്ച് ഡെഫിനിഷൻ ബിഗിൻസ് വിത്ത് DD. നോ ആട്രിബ്യൂട്ട്. ഓക്കെ. അപ്പോൾ ഇത് ലിസ്റ്റുകൾ ചോദിക്കും കേട്ടോ. എക്സ്പ്ലെയിൻ എനി 5 ഡിഫറൻറ്റ് ഫോം കൺട്രോൾസ് ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ഇൻപുട്ട് ടാഗ്. അപ്പോൾ ഫോം കൺട്രോൾസ് ചോദിക്കാൻ ടൈപ്സ് ഓഫ് കൺട്രോൾസ് ടെസ്റ്റ് ബോക്സ്, വാല്യൂസ് ഓഫ് ടൈപ്പ് ആട്രിബ്യൂട്ട് ടെസ്റ്റ് ആണ്, യൂസ് ടു ഇൻപുട്ട് ലൈൻ ഓഫ് ടെസ്റ്റ്. അടുത്ത് പാസ്വേഡ് ബോക്സ് പാസ്വേഡ് ആണ് ആട്രിബ്യൂട്ട് ടു ഇൻപുട്ട് പാസ്വേഡ്സ്. റേഡിയോ ബട്ടൺ ആണെങ്കിൽ റേഡിയോ ടു സെലക്ട് 1 ഐറ്റം ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ഓപ്ഷൻസ്. ചെക്ക് ബോക്സ് ടു സെലക്ട് 1 or more ഐറ്റംസ് ഫ്രം എ ഗ്രൂപ്പ്. സബ്മിറ്റ് ബട്ടൺ സബ്മിറ്റ് ടു സബ്മിറ്റ് ഡാറ്റ ടു ദ സെർവർ. റീസെറ്റ് ബട്ടൺ റീസെറ്റ് ടു ക്ലിയർ ദ എൻട്രീസ് ഇൻ ദ ഫോം. ഓക്കെ. അടുത്തത് ലിങ്ക്സ് ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ് ഡാഷ് ടാഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടാഗ്. ഇതിന് പേരെന്താണ്? ആങ്കർ ടാഗ് എന്ന് പറയും. ആ പേരൂടെ ഓർക്കണേ. ആ പേരും ചോദിക്കാം ആങ്കർ ടാഗ്. ഡാഷ് ഈസ് ദ മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് ടാഗ്. href ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. href. അടുത്തത് നെയിം ദ 3 എസെൻഷ്യൽ ടാഗ്സ് ഫോർ ക്രിയേറ്റിംഗ് എ ടേബിൾ ഇൻ HTML. റൈറ്റ് ദ പർപ്പസ് ഓഫ് ഈച്ച് ടാഗ്. അപ്പോൾ TR ടു ക്രിയേറ്റ് റോസ്, TH ടു ക്രിയേറ്റ് ഹെഡിങ് സെൽസ്, TD ടു ക്രിയേറ്റ് ഡാറ്റ സെൽസ്. ക്രിയേറ്റ് ആണ്. ഇവിടെ ഒരു E കൂടെ ഉണ്ട്, ശ്രദ്ധിക്കുക. അടുത്തത് ചാപ്റ്റർ 6 ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഫോക്കസ് ഏരിയയിൽ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും അങ്ങനെ 8 മാർക്കിനുണ്ട്. നോൺ ഫോക്കസ് ഏരിയയിൽ ചോദിച്ചിട്ടില്ല. നോക്കൂ. ഡിസ്ക്രൈബ് എനി 2 ഡാറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് ഇത് ചോദിക്കും. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്പർ, സ്ട്രിങ്, ബൂലിയനാണ്. അപ്പോൾ നമ്പർ എന്ന് പറയുമ്പോൾ ആൾ നമ്പേഴ്സ് വരാം. എക്സാമ്പിൾ ഏത് നമ്പർ വേണം ഇവിടെ എഴുതുക. സ്ട്രിങ് ആണെങ്കിൽ എനിത്തിങ് എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ കോട്ട്സ്. അപ്പോൾ ഡബിൾ കോട്ട്സിനകത്ത് ഒരു സ്ട്രിങ് ഇട്ട് കാണിക്കുക. എക്സാമ്പിൾ ഇവിടെ ബൂലിയൻ എങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് വാല്യൂ ആണ് വരേണ്ടത്. ഇനി ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഇപ്പോൾ അലേർട്ട് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എവിടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് C++ എന്ന് വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, സ്ട്രിങ് ഫങ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ക്യാരക്ടർ ഫങ്ഷൻസ് അതാണ് വരേണ്ടത്. ഇവിടെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ജാവാസ്ക്രിപ്റ്റ് എന്ന് വായിക്കുമ്പോൾ ജാവാസ്ക്രിപ്റ്റിലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് എഴുതേണ്ടത്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ നോക്കണം. C++ലാണോ ചോദിച്ചിരിക്കുന്നത്, ജാവാസ്ക്രിപ്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്. ഒത്തിരി പേര് തെറ്റിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കി വേണം എഴുതാനായിട്ട്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ C++ എന്ന് പറയുമ്പോൾ നേരത്തെ പഠിച്ചെഴുതണം. ഇത് ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്താൽ ഇത് എഴുതാവും. ഇത് വരും കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇവിടെ അലേർട്ട് എന്തിനാണ്? ടു ഡിസ്പ്ലേ എ മെസ്സേജ് ഓൺ ദ സ്ക്രീൻ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊരു മെസ്സേജ് ഇങ്ങനെ ഡബിൾ കോട്ട്സിനടുത്ത് കൊടുത്ത് ഔട്ട്പുട്ട് എന്താ വരുന്നത്? വെൽക്കം എന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ഇപ്പോൾ ഈസ് നാൻ കണ്ടോ, ക്യാപിറ്റൽ ലെറ്ററാണ് ഇത് രണ്ട് നാനിൻ്റെ, അത് ശ്രദ്ധിക്കണം. ടു ചെക്ക് ദ വാല്യൂ ഈസ് എ നമ്പർ ഓർ നോട്ട്. ഈസ് നോട്ട് എ നമ്പർ, അതാണ് കേട്ടോ നമ്പർ ഓർ നോട്ട്. അപ്പോൾ ഈസ് നാൻ ഗുഡ്. അപ്പോൾ അതിൻ്റെ ഓർ നോട്ട് എന്ന് വയ്ക്കുമ്പോൾ ഇവിടെ എന്താണ് ആൻസർ? എന്താ വരിക? ട്രൂ. മനസ്സിലായല്ലോ. അടുത്ത് ടു അപ്പർ കേസ്. ഇറ്റ് റിട്ടേൺസ് ദ അപ്പർ കേസ് ഫോം ഓഫ് ദ ഗിവൻ സ്ട്രിങ്. ജാവാസ്ക്രിപ്റ്റ് ടു അപ്പർ കേസ് എന്നിട്ടിരുന്ന ഇതിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കി. കണ്ടോ? അപ്പോൾ അതാണ് ഔട്ട്പുട്ടായിട്ട് വരിക. ടു ലോവർ കേസ്. ഇറ്റ് റിട്ടേൺസ് ദ ലോവർ കേസ് ഫോം ഓഫ് ദ ഗിവൻ സ്ട്രിങ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ്, അപ്പോൾ അതിൻ്റെ കണ്ടോ എസ്സിന് ഞാൻ ഇവിടെ സ്മാൾ ലെറ്റർ ആക്കി. ജാവാസ്ക്രിപ്റ്റ് എന്ന് അവിടെ എഴുതാം. അടുത്ത് ചാററ്റ്. അപ്പോൾ ഇവിടെയൊക്കെ ഓർക്കണം, ഇവിടെ എ ക്യാപിറ്റലാണ്, ഇവിടെ എൽ, ഇവിടെ യു, സി, ഇവിടെ എല്ലും സിയും ക്യാപിറ്റൽ, ഇവിടെ എന്നും ക്യാപിറ്റലാണ്. അപ്പോൾ ചാററ്റ്. ഇറ്റ് റിട്ടേൺസ് ദ ക്യാരക്ടർ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ. ജാവാസ്ക്രിപ്റ്റ് ഡോട്ട് ചാററ്റ് 5 എന്ന് കൊടുത്തിരുന്നാൽ നമുക്ക് ഏത് കിട്ടും? സി എന്നുള്ളത് എത്രാമത്തെ പൊസിഷനിലാണ്? സി, ദ 6th ക്യാരക്ടർ. അപ്പോൾ അറ്റ് 5 എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുന്ന എത്രയാണ്? നമ്മുടെ എണ്ണം അനുസരിച്ച് 1 2 3 4 5 6 ആണ് എടുക്കേണ്ടത്. കാരണം ഇത് 0 നിന്നാണ് എണ്ണി തുടങ്ങേണ്ടത്. 0 1 2 3 4 5 അങ്ങനെ വരുമ്പോൾ സി ആണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. നെയിം ദ കീവേഡ് യൂസ്ഡ് ടു ഡിക്ലെയർ വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാർ. അപ്പോൾ കണ്ടോ ജാവാസ്ക്രിപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം വാർ. എക്സ്പ്ലെയിൻ സ്ക്രിപ്റ്റ് ടാഗ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്. അപ്പോൾ സ്ക്രിപ്റ്റ്
അതിൻ്റെ യൂസ് എന്താണ് അപ്പോൾ ടാഗിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ യൂസ് ആട്രിബ്യൂട്ടൊക്കെ എഴുതണം കേട്ടോ. യൂസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ്സ് ഇൻ HTML പേജ്. ഇതൊരു കണ്ടെയ്നർ ടാഗാണ്. എക്സാമ്പിൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാ സ്ക്രിപ്റ്റ്. അപ്പോൾ ആട്രിബ്യൂട്ട് ലാംഗ്വേജ് ആണ്. ഇറ്റ് സ്പെസിഫൈസ് ദ നെയിം ഓഫ് ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. കണ്ടോ, നെയിം ഓഫ് ദ, ഇപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ അത് കൊടുത്തു. റൈറ്റ് 5 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാ സ്ക്രിപ്റ്റ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റർ, അരിത്തമാറ്റിക് ഓപ്പറേറ്റർ കണ്ടോ. നിങ്ങൾ C++ലും ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ജാവാ സ്ക്രിപ്റ്റിലുള്ളത് അതൊക്കെയാണ്. അപ്പോൾ അത് പ്ലസ് മൈനസ് ആസ്ട്രിക് ഡിവിഷൻ മോഡുലസ്, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, പിന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഇതുപോലെ റിലേഷണൽ ഓപ്പറേറ്റർ, ഇതെല്ലാം C++ലുണ്ട് അല്ലേ. ലോജിക്കൽ ഓപ്പറേറ്റർ, ആൻഡ് ഓർ നോട്ട്. പിന്നെ ഇവിടെ ഒരു പുതിയൊരു വെറൈറ്റി ഉള്ളത് സ്ട്രിങ് കൺകാട്ടിനേഷൻ, പ്ലസ് 2 സ്ട്രിങ്ങിനെ കൂട്ടി യോജിപ്പിക്കാൻ, അതും കൂടെ ഓർക്കുക. ഇതൊക്കെ വരും. റൈറ്റ് ദ ബിൽറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് സിറ്റുവേഷൻ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ ജാവാസ്ക്രിപ്റ്റിൽ മനസ്സിൽ പോകണം. C++ എന്ന് പറഞ്ഞാൽ C++ലോട്ട് പോകണം കേട്ടല്ലോ. ഡിസ്പ്ലേ വാർണിംഗ് മെസ്സേജ് ഇൻ ദ സ്ക്രീൻ, അലേർട്ട്. കണ്ടോ, അവിടെയുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യാരക്ടർ അറ്റ് പർട്ടിക്കുലർ പൊസിഷൻ, അപ്പോൾ ചാററ്റ്. കൺവെർട്ട് അപ്പർ കേസ് ടു ലോവർ കേസ്, ടു ലോവർ കേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, എന്ത് ഈസിയാണ്. ചാപ്റ്റർ 1 to 6 നാം പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സക്സസ് occurs when opportunity meets preparation.